രാവിലെ ഉറങ്ങി എണീറ്റാൽ ഒരു മൂടില്ല, എന്താണെന്നറിയില്ല, ഒന്നിനും ഒരു മൂടില്ല, പ്രത്യേകിച്ച് ഒരു കാരണം ഒന്നുമില്ല, അസുഖങ്ങളായിട്ടൊന്നുമില്ല, എന്നാലും മൂടില്ല. അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് കറി എന്താക്കും വിചാരിച്ച് നിൽക്കുമ്പോൾ നാട്ടുമാങ്ങ ഉള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിന് നാട്ടുമാങ്ങ എന്ന് പറയാം, ഇവിടെ ഇതിന് കാട്ടുമാങ്ങ എന്ന് പറയാം. ആ മാങ്ങ ഇങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ചെറിയ ചെറിയ പീസെല്ലാം ആക്കിയിട്ട് കത്തി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നല്ലോണം ചതച്ചെടുത്ത വെളുത്തുള്ളി, പിന്നെ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക, അല്ലെങ്കിൽ വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ മുളക് പൊടി എടുക്കുക. പക്ഷെ കാന്താരി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കാന്താരി ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. കൈ പുകച്ചിലുള്ളവർ ഗ്ലൗസ് ഇടാൻ വേണ്ടി മറക്കണ്ട. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിൻ്റെ ചാറിലൊന്ന് ഇറങ്ങി വരുന്നവരെ നല്ലോണം കൈ കൊണ്ട് നല്ലോണം പ്രസ് ആക്കിയിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇന്ന് ചോറിന് പിന്നെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി. പിന്നെ മെയിനായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിന്. അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. ഈ ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും കാന്താരിയിലിട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ചോറിന് മെയിനായിട്ട് നമ്മളെ മാങ്ങ ഉടച്ചതും ചമ്മന്തിയാണ്. പിന്നെ ഒരു ഓംലെറ്റും പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച അച്ചാറാണ്, അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കുറച്ച് പരിപ്പറിയും പറയത്തൊക്കെ ഒന്നുമില്ല, ഒരു സ്പൂണായിട്ട് ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു, അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഇല്ലയെന്ന് വിചാരിച്ച ദിവസം പല ഐറ്റമാണ് നോക്കിയേ, ഇന്ന് തന്നെ 3-4 ഐറ്റം ഉണ്ട്. അപ്പോൾ ഇനി എല്ലാ ദിവസവും അങ്ങനെ പറയേണ്ടി വരും കേട്ടോ, എന്ന് കറിയൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ ഉടച്ചത്. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ, അപ്പോൾ നിങ്ങൾക്കെല്ലാം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. മുട്ട ഓംലെറ്റ് ഒന്നും വേണ്ട, ചൂട് ചോറിന് ഈ മാങ്ങ ഉടച്ചത് തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്, വേറെ കറിയൊന്നും ആവശ്യമില്ല. പിന്നെ ഈ ചമ്മന്തി വേണമെന്നൊന്നും ഇല്ല കേട്ടോ, പിന്നെ വിചാരിച്ച് ആക്കണ്ടേനു എന്നുള്ളത്. അപ്പോൾ ഏതും കൂട്ടി തിന്നു എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ചമ്മന്തിയും നല്ല ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെയാണ്, ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി ആയാലും എനിക്ക് വേറൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.